लुटिया पुटिया जाऊंगा तेरे इश्क में गोते खाऊंगा ओ मन्नू मैं तो गया. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നുള്ളത് ചെന്നൈ OMRലുള്ള ബട്ടീണ്ട എക്സ്പ്രസ് പഞ്ചാബി റെസ്റ്റോറൻറ്റിലാണ്. തൊട്ടപ്പുറത്തുള്ള പിൻഡിലാണ് ഞങ്ങൾ ഡിന്നറിന് വേണ്ടി ടേബിൾ ബുക്ക് ചെയ്തത്. പക്ഷേ അവിടെ വെജ് ഡിഷസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അതുകൊണ്ട് കുറച്ച് നോൺ വെജും കൂടി കഴിക്കാനായിട്ട് ബട്ടീണ്ടയിൽ വന്നു. ഇന്ന് എന്നോടൊപ്പം ഡിന്നറിന് ബാലയും ഉണ്ട്, ബീന മാമും ഉണ്ട്, ജയ്സാറും ഉണ്ട്. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോൻ്റെ അവസാനത്തിൽ പറയാം. അപ്പം നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണേ. ഇവിടെ മ്യൂസിക് ഹൈ വോളിയത്തിലായതുകൊണ്ട് ഈ വീഡിയോയിൽ എൻ്റെ ലൈവ് വോയിസ് ഒന്നും തന്നെ ഉണ്ടാവില്ല, എല്ലാം വോയിസ് ഓവർ ആയിരിക്കും. അപ്പോൾ ബട്ടീണ്ട എക്സ്പ്രസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷത്തിൽ 364 ദിവസവും ഇവർ ഓപ്പണാണ്. അപ്പോൾ ഏതായിരിക്കും ആ ഒരു ദിവസം ഇവർ ഹോളിഡേ കൊടുക്കുന്നതെന്ന് അറിയാനൊരു ജിജ്ഞാസ. ഞാൻ വെയിറ്ററിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു കൃഷ്ണാഷ്ടമിക്ക് ഇവർക്ക് ഹോളിഡേ ആണ്. കോംപ്ലിമെൻ്ററി വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഒരു ജ്യൂസ് കിട്ടി. ഇത് എന്ത് ജ്യൂസാണെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. അത്യാവശ്യം നല്ല പുളിപ്പുണ്ടായിരുന്നു. പിന്നെ ഒരു പപ്പടും, അതുപോലെ തന്നെ ചെറിയ ഉള്ളി മുറിച്ചിട്ടതും, പിന്നെ ഒരു മിൻറ്റ് ചട്നി ഉണ്ടായിരുന്നു. എനിക്ക് പൊതുവെ ചെറിയ ഉള്ളി ആണെങ്കിലും സവോള ആണെങ്കിലും വെറുതെ കഴിക്കാൻ ഇഷ്ടമാണ്, പക്ഷെ കുറേ കഴിക്കാൻ പാടില്ല. ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു പ്ലേറ്റാണ് നമുക്ക് തന്നത്. കൂടെ 2 സ്പൂണും ഒരു ഫോർക്കും. അത് തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമ്മളിപ്പോൾ ഈ സ്റ്റാർട്ടേഴ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. വെജിറ്റേറിയനിൽ പനീറും അതുപോലെ നോൺ വെജിറ്റേറിയനിൽ അഫ്ഗാനി ചിക്കനും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ പനീർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ മാഡം ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അത് കഴിഞ്ഞിട്ട് വേണം പുള്ളിക്കാരിക്ക് സെർവ് ചെയ്യാൻ. അപ്പോൾ പനീർ ഓരോ കഷ്ണം വീതം നമ്മുടെ പ്ലേറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഫുഡ് സെർവ് ചെയ്യുന്ന ഇവിടുത്തെ വിമൻ എംപ്ലോയീസ് എല്ലാവരും തന്നെ ഒരു പഞ്ചാബി ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. അപ്പോൾ പനീർ ടിക്ക ഫസ്റ്റ് പീസ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എങ്ങനെ ഉണ്ടെന്ന് പറയാം. അപ്പോഴേക്കും നമുക്ക് അടുത്ത സ്റ്റാർട്ടേഴ്സ്, ഇത്തവണ നോൺ വെജ് സ്റ്റാർട്ടേഴ്സാണ്. അത് ഒരു അഫ്ഗാനി ചിക്കൻ, നല്ല ക്രീമി അഫ്ഗാനി ചിക്കൻ. അതിന് മേലെയായിട്ട് ഓണിയൻ റിങ്സിൻ്റെ സാലഡും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത് നമ്മുടെ മെറ്റ ചേച്ചി, അതായത് മെറ്റ AI-നോട് ഞാൻ ട്രാവൽ ആൻഡ് ഈറ്റ് വിത്ത് അർജുനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തപ്പോൾ ഐ എം എ ഫുഡ് ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞു. എന്താ ചെയ്യുക, ഫുഡ് കാണിപ്പിച്ച് കൊതിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് മറ്റ് ബ്ലോഗ്സിനേക്കാളും കൂടുതലായിട്ട് ഫുഡ് ബ്ലോഗ്സ് ഞാനിപ്പോൾ ചെയ്യുന്നത്. പനീർ സ്വതവേ തീരെ ഇഷ്ടമില്ലാത്ത ബാല ഇന്ന് വളരെ കഷ്ടപ്പെട്ട് പനീർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു പൂജയുടെ ഭാഗമായിട്ട് പുള്ളിക്കാരൻ 2 ആഴ്ചത്തോളം പ്യുവർ വെജിറ്റേറിയനാണ്. പക്ഷേ എനിക്ക് ചിക്കനൊക്കെ കഴിക്കാമെങ്കിൽ പോലും എനിക്ക് ഫസ്റ്റ് പ്രിഫറൻസ് വെജിറ്റേറിയനോടാണ്. എനിക്ക് പനീർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ പീസ് എടുത്ത് കഴിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാൻ ആ അഫ്ഗാനി ചിക്കനിലേക്ക് എൻ്റെ ശ്രദ്ധ കൊണ്ടുപോയി. അതിലൊരു ചെറിയ പീസ് എടുത്തൊന്ന് കഴിച്ചു നോക്കി. അങ്ങനെ വായിലിട്ടേ ഉള്ളൂ, ഏതാണ്ട് അലിഞ്ഞു പോകുന്ന അവസ്ഥയിലാണ്. വളരെ ക്രീമി ആയിട്ടുള്ള സോഫ്റ്റ് ചിക്കൻ. അങ്ങനെ വെജ് സ്റ്റാർട്ടേഴ്സും നോൺ വെജ് സ്റ്റാർട്ടേഴ്സും രണ്ടും പൊളിച്ച്. പിന്നെ ബാല വെജിറ്റേറിയൻ ആയതുകൊണ്ട് എനിക്കൊരു ലോട്ടറി അടിച്ചു. എനിക്കൊരു എക്സ്ട്രാ ചിക്കൻ പീസ് കിട്ടി, അതും ലെഗ് പീസ്. അങ്ങനെ അതും തീർത്ത് എൻ്റെ പ്ലേറ്റ് അങ്ങ് കാലിയായി. എന്നാൽ നമുക്ക് ഈ പ്ലേറ്റ് അങ്ങ് മാറ്റിയേക്കാം. നല്ല പുത്തൻ പുതു പ്ലേറ്റ് എത്തി. അതായത് സ്റ്റാർട്ടേഴ്സ് കഴിച്ച പ്ലേറ്റ് തന്നെ മെയിൻ കോഴ്സ് കഴിക്കുക എന്ന് പറയുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റാണ്. അപ്പോൾ നമുക്ക് മെയിൻ കോഴ്സ് വരുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം കുടിച്ച് റെഡി ആവാം. ഇവിടുത്തെ ഫുഡ് മാത്രമല്ല, ആംബിയൻസും വളരെ മനോഹരമാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പോൾ അങ്ങനെ 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ മെയിൻ കോഴ്സ് എത്തിയിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് 4 വെറൈറ്റീസ് ഓഫ് കുൽച്ചയാണ്. അതോടൊപ്പം തന്നെ വെജിറ്റേറിയൻ കറിയായിട്ട് പിണ്ടി മസാല, പിന്നെ നോൺ വെജിറ്റേറിയൻ കറിയായിട്ട് റെയിൽവേ മട്ടൻ കറിയാണ്.
അതെന്താ റെയിൽവേ മട്ടൻ കറി, എന്താ അങ്ങനെ ഒരു പേരല്ലേ? എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ? അറിയുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കറിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഏതൊക്കെ ഡിഷസ് ആണെന്ന് ജയ്സാർ ചോദിച്ചറിയുകയാണ്. ഇത് കാണുമ്പോൾ എല്ലാ റൊട്ടിയും അല്ല, എല്ലാ കുൽഫി അല്ല അല്ലേ, കുൽച്ച കുൽച്ചയും ഒരേപോലെ തന്നെ ഉണ്ട്. കുൽച്ച പൊതുവെ മൈദ കൊണ്ടുള്ളൊരു ഡിഷാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഒരു പഞ്ചാബി റെസ്റ്റോറൻറ്റിലൊക്കെ വന്നിട്ട് നോർമൽ കുൽച്ച പറഞ്ഞാൽ എങ്ങനെ? അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് ഒരു അമൃത്സറി കുൽച്ചയാണ്, അത്യാവശ്യം സ്വീറ്റ് ഫ്ലേവർ ഉള്ളത്. പിണ്ടി ചോളയിൽ നിന്ന് തുടങ്ങണോ അതോ നമ്മുടെ റെയിൽവേ മട്ടൻ കറിയിൽ നിന്ന് തുടങ്ങണോ എന്നൊരു കൺഫ്യൂഷൻ. എന്തായാലും മട്ടന് ഞാനൊരു പ്രിഫറൻസ് കൊടുത്തു. നമ്മുടെ അമൃത്സറി കുൽച്ചയും റെയിൽവേ മട്ടൻ കറിയും ഒരമ്മ പെറ്റ സഹോദരങ്ങളെ പോലെ അടുത്തടുത്തിരിപ്പുണ്ട്. മട്ടൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കിഡിലൻ മട്ടൻ. കഴിച്ച് നോക്കുന്നതിന് മുന്നേ എങ്ങനെ പറയാൻ പറ്റുമെന്ന് ചോദിക്കണ്ട, ഞാൻ ഓൾറെഡി ഒരു പീസ് കഴിച്ചു. ചെന്നൈയിൽ വന്നതിന് ശേഷം മട്ടൻ കഴിപ്പ് കുറച്ച് കൂടുതലാണ്. പിന്നെ ഈ കുൽച്ചയെക്കുറിച്ച് പറയുവാണെങ്കിൽ കുൽച്ചയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്വീറ്റ് എസൻസ് കുറച്ച് കൂടുതലാണ്. പക്ഷേ അത് മട്ടൻ കറിയായിട്ട് ചേരുമ്പോൾ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷനായിട്ട് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ വീണ്ടും ഞാൻ പറയുന്നു, മട്ടൻ കിടുവ. അങ്ങനെ മട്ടൻ മാത്രം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പിണ്ടി ചോലയ്ക്ക് വിഷമാവില്ലേ? അപ്പോൾ കുറച്ച് പിണ്ടി ചോലയും നമ്മുടെ കുൽച്ചയും ചേർത്ത് കഴിച്ച് നോക്കാം. ഫസ്റ്റ് കോമ്പിനേഷനേക്കാളും ഈ ഒരു സെക്കൻഡ് കോമ്പിനേഷനാണ് കുറച്ചും കൂടി നന്നായിരിക്കുന്നത്. ആ ഒരു ചോലേൻ്റെ കൂടെയുള്ള ഒരു ടൊമാറ്റോ പീസ് അതൊന്ന് കഴിക്കുമ്പോൾ തന്നെ ആ ഫ്ലേവർ ശരിക്കും അതിലിറങ്ങിയിട്ടുണ്ട്. ഇത് ബാലയുടെ പനീർ കുൽച്ച, അതും കാണാൻ ഏതാണ്ട് ഒരുപോലെയാണ്. അപ്പോൾ അതും നമ്മുടെ മട്ടൻ കറി ചേർത്ത് കഴിച്ചു. പിന്നെ ഇത് നോർമൽ കുൽച്ച, അവനെയും വിട്ടില്ല, അവനെയും നമ്മുടെ മട്ടൻ കറി കൂട്ടി കഴിച്ചു. കാരണം മട്ടൻ കറി നല്ല ക്വാണ്ടിറ്റി ഉണ്ടേ, സംഭവം തീരണ്ടേ. ഫുഡ് വേട്ടയ്ക്കിടയിൽ ഞാൻ എൻ്റെ മുഖം കാണിക്കാൻ മനഃപൂർവ്വം വിട്ടുകളഞ്ഞതാണ്. അങ്ങനെ നമ്മുടെ പരിപാടീസൊക്കെ ഇവിടുത്തെ തീർന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബില്ല് വരാൻ പറഞ്ഞു. ബില്ലിൻ്റെ കൂടെയുള്ള ജീരകം കൊണ്ടുവന്നത് ഈ ചേച്ചിയാണ്. അത് നൈസായിട്ടുണ്ടല്ലേ. ബില്ലാണെങ്കിൽ ഈ ഒരു കുഞ്ഞ് തൊട്ടിൻ്റെ ഉള്ളിലായിരുന്നു. അത് കണ്ടതും ബാല മൂപ്പരുടെ കുട്ടിക്കാലത്തേക്ക് പോയി. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിന് ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ തന്നെ ഉണ്ട്. ചെന്നൈയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് പഞ്ചാബി റെസ്റ്റോറൻ്റ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ വരുന്നത് OMR കുമരൻ നഗറിലടുത്താണ്, സെമ്മഞ്ചേരിയിലേക്ക് റോഡ് തിരിയുന്നിടത്ത്. അപ്പോൾ ഇവിടെ 2 സ്കൂട്ടർ ഉണ്ട്. അപ്പോൾ വമ്പൻ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒട്ടും വിട്ടുകൊടുത്തില്ല, അമ്മനെ ഞങ്ങൾ എടുത്ത ഫോട്ടോസാണ് ഇതൊക്കെ. ഇനി നമുക്ക് തൊട്ടപ്പുറത്തുള്ള പിൻഡിലൊന്ന് പോയി നോക്കാം. ഫുഡ് കഴിക്കാനല്ല, ജസ്റ്റ് അവിടുത്തെ ആംബിയൻസ് ഒക്കെ ഒന്ന് അറിയാൻ. സംഭവം നമ്മൾ ഇവിടെയാണ് ആദ്യം കഴിക്കാൻ പ്ലാൻ ചെയ്തത്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ. പിൻഡിനകത്തേക്ക് കയറിയപ്പോൾ തന്നെ നമ്മൾ ആദ്യം കണ്ടത് തല ധോണിയുടെ ഒരു പിക്ചറാണ്. അപ്പോൾ കടുത്ത ധോണി ആൻഡ് CSK ആരാധകരായിട്ടുള്ള എനിക്കും ബാലയ്ക്കും ഇത് വളരെയധികം സന്തോഷമായി. നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതോടൊപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാനും പരിഗണിക്കണേ. പിന്നൊരു കാര്യം, ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്, അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നതെന്ന്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് ക്ലിയറായി, 4 വീലറിൻ്റെ. അപ്പോൾ കഴിഞ്ഞ 30ഓളം ദിവസമായിട്ട് കാർ ഡ്രൈവിംഗ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു, എന്നും രാവിലെ 6:30-ക്ക്. 7 വർഷം മുമ്പ് നാട്ടിൽ വെച്ച് 2 ശ്രമം നടത്തിയെങ്കിലും 2 ശ്രമവും പരാജയപ്പെട്ടു. ഒന്നിൽ പഴിച്ചാൽ 3 എന്നാണല്ലോ. അങ്ങനെ 3-ാം ശ്രമത്തിൽ സംഭവം റെഡിയായി. ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണ്. അപ്പോൾ ആ ഹാപ്പിനെസ് നമ്മുടെ യൂട്യൂബ് കുടുംബത്തിലുള്ള സുഹൃത്തുക്കളോടും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് പിൻഡിലെ മറ്റ് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ?
അങ്ങനെ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ബട്ടീണ്ട എക്സ്പ്രസ്സും പിണ്ടും നമുക്ക് പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ നമ്മൾ കഴിച്ച ഫുഡിൻ്റെയൊക്കെ ഡീറ്റെയിൽസും അതുപോലെ ഇവിടുത്തെ ലൊക്കേഷൻ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓത്തൻറ്റിക് പഞ്ചാബി ഓർ നോർത്ത് ഇന്ത്യൻ ഡിഷസ് ഒക്കെ കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെന്നൈയിലുള്ളവർക്ക് തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യാവുന്നതാണ്. നല്ല ഫുഡ്, നല്ല ആംബിയൻസ്. നമ്മുടെ റൂമിലേക്ക് ഇനി വെറും 1.5 കിലോമീറ്ററേ ഉള്ളൂ. ഇപ്പോൾ പെരുമ്പാക്കം ഏരിയയൊക്കെ അത്യാവശ്യം നല്ല ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ്. റൂമിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴ. പൊതുവേ മഴ കുറവാണ് ഈയിടെയായിട്ട്. അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുമ്പോൾ അകത്തിരുന്ന് ഒരു ഡെസേർട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് കുറച്ച് ഐസ്ക്രീം ഇരിപ്പുണ്ട്, അതുപോലെ തന്നെ ഒരു 2 ഗുലാബ് ജാമുനും ഇരിപ്പുണ്ട്. ബട്ടീൻ്റെയും നമ്മൾ ഡെസേർട്ടൊന്നും കഴിച്ചില്ലല്ലോ. അപ്പോൾ ഈ ഒരു ബട്ടർ സ്കോച്ച് ഐസ്ക്രീം കുറച്ചെടുത്തിട്ട് നമ്മുടെ ഒരു കിണ്ണത്തിനകത്തേക്ക് ഇടാം. കുറച്ചും കൂടി ആവാം അല്ലേ? കുറച്ചും കൂടി ആവാം. അങ്ങനെ അതിട്ടു. ഇനി അടുത്തത് ഗുലാബ് ജാമുൻ. അത് ഒരു പീസ് എടുത്ത് എന്നിട്ട് പോരട്ടെ. ആ ഒരു പീസ് എടുത്ത് നമുക്ക് ആ ഐസ്ക്രീമിന് മുകളിലേക്ക് വെക്കാം. ഓക്കെ. പിന്നെ അതിൻ്റെ സിറപ്പ് ഒരു കുറച്ച് അതിന് മേലെ ഒന്നങ്ങ് പാരാം. പെർഫെക്റ്റ് കോമ്പിനേഷനാണ്. ഇത് ഞാൻ കണ്ടുപിടിച്ച കോംബോ ഒന്നുമല്ല, കാലാകാലങ്ങളായിട്ട് ഒരുപാട് പേര് ട്രൈ ഔട്ട് ചെയ്തിട്ടുള്ള കോംബോ ആണ്. പക്ഷേ ഇതുവരെ ആരെങ്കിലും ട്രൈ ഔട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കഴിക്കുമ്പോഴേക്കാളും ടേസ്റ്റാണ് ഐസ്ക്രീമും ഗുലാബ് ജാമുനും ചേർത്ത് കഴിക്കുമ്പോൾ. ആ ഗുലാബ് ജാമുവിൻ്റെ പീസിനെ നമ്മുടെ ഐസ്ക്രീമിലേക്ക് അങ്ങോട്ട് ലയിപ്പിക്കണം, എന്നിട്ട് ഒരു പിടി പിടിക്കണം. ഇത് ഡബ് ചെയ്യുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് കൊതിയാവുന്നു. അപ്പോൾ കണ്ടു നിൽക്കുന്ന നിങ്ങളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ അധികം കൊതിപ്പിക്കണില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയറിലൂടെ അറിയിക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഉടനെ തന്നെ കാണാം.